നമസ്കാരം. എന്താണ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസിപ്ലിന് വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തത്, നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് ഒന്നാമത്തെ കാര്യം. ഈ പോയിന്റിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. 2, വെൽത്ത്, നമുക്ക് വേണ്ട സമ്പത്ത്, നമ്മളിലേക്ക് വരേണ്ട സമ്പത്ത്. 3, റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെ വേണം, അതിലേതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളിലാണ് ഇതിൽ അടിസ്ഥാനപരമായി ക്ലാരിറ്റി വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമില്ലാത്തത്, നമ്മൾ ഏർപ്പെടേണ്ട കാര്യങ്ങൾ അല്ലാത്തത് ഏതൊക്കെയാണ്, നമ്മൾ നമ്മുടെ സമയവും അധ്വാനവും പണവും ചെലവഴിക്കേണ്ടാത്ത മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ്. അതായത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് ക്ലാരിറ്റി കിട്ടും. ഇത് നമ്മുടെ ആദ്യം പറഞ്ഞ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ക്ലാരിറ്റി ആയെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ഈ മൂന്നാമത് പറഞ്ഞ നമുക്ക് എന്താണ് വേണ്ടാത്തത് എന്നുള്ളതിൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. നമ്മളുടെ സമയവും അധ്വാനവും പണവും നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം കൊടുക്കാൻ പറ്റും. ഇതാണ് ഡിസിപ്ലിൻ്റെ അടിസ്ഥാനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളില്ലാതെ ജീവിതത്തിൽ നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ 2 കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. ഒന്നുകിൽ നമ്മളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസിപ്ലിൻ്റെ പേരിൽ നമ്മളതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്കുണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമായതുമായ ആവശ്യമില്ലാത്തതുമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് മുമ്പിലുള്ളത് കൊണ്ട് ഇതെല്ലാം ചെയ്തു തീർക്കാനായി നമ്മൾ ഡിസിപ്ലിൻ്റെ പേരിൽ ഇതെല്ലാം ചെയ്യേണ്ട ഒരു മടുപ്പുളവാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ വരാൻ സാധ്യത. ഈ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്ത് നമ്മളൊരു ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്ക്, നമുക്കാകെ മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ ആയിരിക്കാം കൂടുതൽ ആളുകളും ഈ ഡിസിപ്ലിൻ ജീവിതത്തിൽ വേണം എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കാനുള്ള കാരണം. അതായത് ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലുള്ള ഒരു ക്ലാരിറ്റി അതിൻ്റെ അടിത്തറയായി, അതിൻ്റെ മുന്നോടിയായി വേണം എന്നാണ് തോന്നുന്നത്. എങ്കിലാണ് ഈ ഡിസിപ്ലിനോട് കൂടി ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ.